മൊഡ്യൂളിൻ്റെ ലാസ്റ്റ് കുറച്ച് ടോപ്പിക്കാണ് നമുക്ക് അഡ്വാൻസ്ഡ് കോൺസെപ്റ്റിൽ ഇനി ബാക്കിയുള്ളത്. സിസ്റ്റം സോഫ്റ്റ്വെയർ എന്താണ്, സിസ്റ്റം സോഫ്റ്റ്വെയർ എന്തൊക്കെയാണ്, സിസ്റ്റം സോഫ്റ്റ്വെയർ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാനുള്ളത്. ഓക്കെ, സോ സിസ്റ്റം സോഫ്റ്റ്വെയറിൽ നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഫ്രീക്വൻ്റായിട്ട് കേൾക്കുന്ന കുറച്ച് ടേംസാണ് കമ്പൈലർ, അസംബ്ലർ, ലോഡർ, ലിങ്കർ, ഇൻ്റർപ്രറ്റർ തുടങ്ങിയ കാര്യങ്ങൾ. ഓക്കെ, സോ എന്താണ് ഈ സിസ്റ്റം സോഫ്റ്റ്വെയർ എന്നും എന്താണ് ഈ പറയുന്ന ടേംസൊക്കെ ഒന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. So system software is a software that provides services that are commonly useful, including operating system, compilers, loaders and assembler. So ഒരു കമ്പ്യൂട്ടർ, വെറുതെ ഒരു കമ്പ്യൂട്ടർ എടുത്തു കഴിഞ്ഞാൽ അതുകൊണ്ട് നമുക്കൊരു യൂസും ഇല്ല. ഓക്കെ, അൺലെസ് അതർവൈസ് ഇറ്റ് ഈസ് ട്രിഗേർഡ് വിത്ത് സം സിസ്റ്റം സോഫ്റ്റ്വെയർ. സോ മെയിനായിട്ട് വരുന്ന ഒരു സിസ്റ്റം സോഫ്റ്റ്വെയറാണ് നമ്മളുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇല്ലാതെ നമുക്ക് കമ്പ്യൂട്ടറിനെ കൊണ്ട് നമ്മളുടെ ഒരു ആപ്ലിക്കേഷൻ ലെവലിലെ സോഫ്റ്റ്വെയർസും റൺ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, സോ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, കമ്പൈലേഴ്സ്, ലോഡേഴ്സ്, അസംബ്ലേഴ്സ്, ലിങ്കേഴ്സ് ഇൻ്റർപ്രറ്റേഴ്സ് എന്നൊക്കെ പറയുന്ന കുറേ സോഫ്റ്റ്വെയർസ് തന്നെയാണ് നമ്മളുടെ സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. സിസ്റ്റം സോഫ്റ്റ്വെയർ കോർഡിനേറ്റ്സ് ദ ആക്ടിവിറ്റീസ് and functions of hardware and software and it controls the operations of computer hardware. So computer എന്ന് പറയുന്നത് സിംപിളി ഒരു ഹാർഡ്വെയർ സെക്ഷനാണ്. നമ്മളുടെ ബേസിക് ആയിട്ടുള്ള ഒരു ഫിസിക്കൽ യൂണിറ്റ് എന്ന് പറയുന്നത്. കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ഒരു ഫിസിക്കൽ സാധനമാണ്, ഒരു മെയിനായിട്ട് അതൊരു ഹാർഡ്വെയർ ആണ്. സോ ഹാർഡ്വെയറിനെ ഡിഫറെൻറ്റ് ആക്ടിവിറ്റീസിനെ കൺട്രോൾ ചെയ്യുന്നതാണ്, ഡിഫറെൻറ്റ് ആക്ടിവിറ്റീസിനെ കോർഡിനേറ്റ് ചെയ്യുന്ന റെസ്പോൺസിബിലിറ്റിയാണ് സിസ്റ്റം സോഫ്റ്റ്വെയറിനുള്ളത്. Okay, so it provides the platform for other software. So designate to provide a platform for other software. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇല്ലാതെ നമുക്ക് വേർഡ്, നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ ലെവൽ സോഫ്റ്റ്വെയർ ആണ് വേർഡ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഏതെങ്കിലും ഓഫീസ് ടൂൾസിൽ വരുന്ന ഏത് സോഫ്റ്റ്വെയർ ആയാലും വാട്ട് എവർ ഇറ്റ് മേ ബി, നമുക്കൊരു കമ്പ്യൂട്ടറിനെ കൊണ്ടൊരു ആപ്ലിക്കേഷൻ റൺ ചെയ്യണമെങ്കിൽ അതിൻ്റെ അകത്തൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം വേണം. സോ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഈസ് ബിലോങ്സ് ടു സിസ്റ്റം സോഫ്റ്റ്വെയർ. സിസ്റ്റം സോഫ്റ്റ്വെയർ ഈസ് an platform for operating with the other application level softwares. A computer software consists of millions of lines of code and rely on sophisticated software libraries that implement complex functions in support of the application. So നമ്മൾ ആപ്ലിക്കേഷൻ ലെവലിലേക്ക് വരുമ്പോൾ ആപ്ലിക്കേഷൻ ലെവൽസിൽ നമ്മൾ എഴുതുന്ന പ്രോഗ്രാം എന്ന് പറയുന്നത് തൗസൻഡ്സ് ഓഫ് കോഡ്സ് ഉള്ള ഒരു തൗസൻഡ്സ് ഓഫ് ലൈൻസ് ഉള്ള ഒരു സോഫ്റ്റ്വെയർ ആയിരിക്കും. നമ്മൾ എഴുതുന്ന പ്രോഗ്രാംസ് എന്ന് പറയുന്നത് ആ സോഫ്റ്റ്വെയർ തന്നെയുള്ള ഡിഫറെൻറ്റ് ഫങ്ഷണൽ ലൈബ്രറീസിലുള്ള ഫങ്ഷൻസും യൂസ് ചെയ്തിട്ടായിരിക്കും ആ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. സോ ദ ഹാർഡ്വെയർ in a computer can only execute extremely simple low level instructions. So നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ കോറിലേക്ക് വരുമ്പോൾ അതിനകത്ത് ഒരു പ്രോസസ്സർ ഉണ്ടായിരിക്കും. ആ പ്രോസസ്സറിന് ആകെ മനസ്സിലാകുന്ന ഒരു ലാംഗ്വേജ് എന്ന് പറയുന്നത് ലോ ലെവൽ ലാംഗ്വേജ് ആണ്, ലോ ലെവൽ ഇൻസ്ട്രക്ഷൻസ് ആണ്. ദാറ്റ് കൺസിസ്റ്റ് ഓഫ് എ സീരീസ് ഓഫ് വൺസ് ആൻഡ് സീറോസ്. സോ ഹൈ ലെവലിൽ നമ്മൾ എഴുതുന്ന പ്രോഗ്രാംസ് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ലെവൽ ഡെവലപ്പ് ചെയ്യുന്ന പ്രോഗ്രാംസ് ദാറ്റ് നെവർ കം അക്രോസ് വിത്ത് വൺസ് ആൻഡ് സീറോസ്. അവിടെ നമ്മൾ വേർഡ്സ് ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആയിരിക്കും നമ്മളുടെ പ്രോഗ്രാമിൻ്റെ പാർട്ടായിട്ട് എഴുതുന്നത്. ഓക്കെ, പക്ഷേ കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്നത് വൺസും സീറോസ് ആയിരിക്കും. സോ കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന ലാംഗ്വേജ് ഒരു യൂസറിന് മനസ്സിലാവില്ല, അല്ലെങ്കിൽ ഡെവലപ്പറിന് ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അതേസമയം ഡെവലപ്പർ എഴുതുന്ന സീക്വൻസസ് കമ്പ്യൂട്ടറിന് റീഡ് ചെയ്യാനും ബുദ്ധിമുട്ടായിരിക്കും. ദാറ്റ്സ് നോട്ട് പോസിബിൾ. സോ ദർ ഷുഡ് ബി ആൻ ഇൻ്റർമീഡിയറ്റ് ഏജൻസി ടു ട്രാൻസ്ലേറ്റ് ബിറ്റ്വീൻ ദ ടു. സോ ഹാർഡ്വെയറിനും യൂസറിനും ഇടയ്ക്ക് ഒരു ഇൻ്റർമീഡിയേറ്റർ ഉണ്ട്. ആ ഇൻ്റർമീഡിയേറ്ററാണ് നമ്മളുടെ system software എന്ന് പറയുന്നത്. So to go from a complex application to simple instruction that involves several layers of software that interpret or translate high level operations into simple computer instructions. So നമ്മളുടെ യൂസർ ഡെവലപ്പ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ പ്രോഗ്രാമർ ഡെവലപ്പ് ചെയ്യുന്ന ഹൈ ലെവലിലുള്ള ലാംഗ്വേജിലുള്ള ഒരു പ്രോഗ്രാമിനെ കമ്പ്യൂട്ടറിന് മനസ്സിലാകുന്ന ലോ ലെവൽ ലാംഗ്വേജിലേക്ക് കൊണ്ടുവരുമ്പോൾ ആ ലോ ലെവൽ ലാംഗ്വേജിലേക്ക് കൊണ്ടുവരാനായിട്ട് ഇൻ ബിറ്റ്വീൻ നിൽക്കുന്ന ഒരു ഇൻ്റർമീഡിയറ്റ് ആണ് നമ്മളുടെ സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. അത് ഡിഫറെൻറ്റ് സോഫ്റ്റ്വെയർസ് ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു പാക്കേജാണ് നമ്മളുടെ സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. So this is a symbolic representation for representing what is a system software is doing in a computer. So inside our computer, its hardware consists of what primary memories, secondary memories and different computer functional units. So hardware in the represents a total computer. Then on top of which there we have application software like Chrome or software what called
Acrobat Reader and Office tools, whatever it may be. So that comes in front of the user. These application software come in between these application software and hardware. We have our system software that perform its duty of communicating between the user and the hardware, or translator in between the hardware and the user. Okay, so the programming language like വരുമ്പോൾ സോ നമ്മളൊരു ആപ്ലിക്കേഷൻ ലെവൽ പ്രോഗ്രാം എഴുതുമ്പോൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് രണ്ട് രീതിയിലുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉണ്ട്. അതിൽ ബേസിക്കലി നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ള ലാംഗ്വേജ് എന്ന് പറയുന്നത് ദാറ്റ്സ് ബിലോങ്സ് ടു ലോ ലെവൽ ലാംഗ്വേജ്. Okay, and other second type of language is high level languages, HLL, high level language and low level language. Okay, so high level language and low level language നമ്മൾ ഒരു കഴിഞ്ഞ മൊഡ്യൂൾസിലൊക്കെ പ്രോഗ്രാംസ് ചെയ്തിരുന്നു. അവിടെ ചെയ്തിരുന്ന പ്രോഗ്രാംസ് എല്ലാം നമ്മൾ ഇൻസ്ട്രക്ഷൻസ്, ഓരോ മൈക്രോ പ്രോസസർ ആണെങ്കിൽ മൈക്രോ കൺട്രോളറിൻ്റെ ഇൻസ്ട്രക്ഷൻസ് ഡയറക്റ്റ് യൂസ് ചെയ്തുകൊണ്ടിരുന്ന പ്രോഗ്രാമായിരുന്നു. അങ്ങനെ ഡയറക്റ്റ് ഇൻസ്ട്രക്ഷൻസ്, അസംബ്ലി ഇൻസ്ട്രക്ഷൻസ് ഉപയോഗിച്ച് ചെയ്യുന്ന ലാംഗ്വേജാണ്, പ്രോഗ്രാം ചെയ്യുന്ന ലാംഗ്വേജാണ് അസംബ്ലി ലാംഗ്വേജ് എന്ന് പറയുന്നത്. സോ അസംബ്ലി ലാംഗ്വേജ് ഉണ്ട്. ഓക്കെ, സോ 8085 അസംബ്ലി ലാംഗ്വേജ് ഉണ്ട്, 8086 അസംബ്ലി ലാംഗ്വേജ് ഉണ്ട്. ഓരോ പ്രോസസറിൻ്റെയും അതിൻ്റെതായ അസംബ്ലി ലാംഗ്വേജ് ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാകും. ആ ഇൻസ്ട്രക്ഷൻസ് ഉപയോഗിച്ച് നമുക്ക് അതിൻ്റെ അസംബ്ലി ലാംഗ്വേജിൽ പ്രോഗ്രാം എഴുതാം. അതാണ് ഒരു മെത്തേഡ്. ദെൻ മെഷീൻസിന് മനസ്സിലാവുന്നത് അതിൻ്റെ ഓപ്പറേഷൻ കോഡും അതിൻ്റെ ഡേറ്റയും. ഓക്കെ, സോ ബൈനറി സീക്വൻസിലേക്കായിരിക്കും ഇവിടെ നമ്മളുടെ പ്രോഗ്രാംസ് എന്ന് പറയുന്നത്. ദറ്റ് കൺസിസ്റ്റ് ഓഫ് സീരീസ് ഓഫ് വൺസ് ആൻഡ് സീറോസ്. കുറേ സീരീസ് ഓഫ് വൺസ് ആൻഡ് സീറോസ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ നമ്പർ ഓഫ് ബിറ്റ്സ് ഇൻ ദ കമ്പ്യൂട്ടർ വേർഡ് ലെങ്ത് അനുസരിച്ച് ഉള്ള ഒരു ബിറ്റ്സിൻ്റെ എണ്ണത്തിലുള്ള ഒരു കുറേ സീക്വൻസസ് ഓഫ് വൺസ് ആൻഡ് സീറോസ് ആയിരിക്കും മെഷീൻ ലെവൽ ലാംഗ്വേജിലെ പ്രോഗ്രാം എന്ന് പറയുന്നത്. സോ ഒരു യൂസർ അത് റീഡ് ചെയ്ത് കഴിഞ്ഞാൽ 101010111110 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഒരു യൂസറിന് അത് മനസ്സിലാവില്ല വാട്ട് ദ കമ്പ്യൂട്ടർ ഈസ് സപ്പോസ് ടു ഡു വിത്ത് ദാറ്റ് ഇൻസ്ട്രക്ഷൻ. സോ അത് മനസ്സിലാകണമെങ്കിൽ അത് നമ്മൾ ഹൈ ലെവൽ അല്ലെങ്കിൽ അസംബ്ലി ലെവൽ ലാംഗ്വേജിൽ എഴുതണം. അവിടെ നമ്മൾ ഇപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യാനാണെങ്കിൽ മൾ എന്ന് പറയുന്ന ഒരു ഓപ്പറേഷൻ കമാൻഡ് കോഡ് അവിടെ വച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് യൂസറിന് അത് മനസ്സിലാകും അത് മൾ ആണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ മൾ എന്ന് പറയുന്ന ആ ഒരു വേർഡ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ലെറ്റേഴ്സ് മൈക്രോ പ്രോസസർ അല്ലെങ്കിൽ നമ്മുടെ പ്രോസസറിനോ കമ്പ്യൂട്ടറിനോ മനസ്സിലാകില്ല. സോ ഇൻ ബിറ്റ്വീൻ നമുക്ക് സിസ്റ്റം സോഫ്റ്റ്വെയർ വേണം. സോ ഈവൻ ദോ അസംബ്ലി ലാംഗ്വേജിൽ നമ്മൾ പ്രോഗ്രാം എഴുതാൻ പഠിച്ചിട്ടുണ്ട്, ബട്ട് ഇറ്റ് ഈസ് ക്വൈറ്റ് ഡിഫിക്കൽട്ട് ടു പെർഫോം ഓർ ടു ഹാൻഡിൽ സച്ച് എ ലാംഗ്വേജ് ടു മേക്ക് എ കോംപ്ലിക്കേറ്റഡ് പ്രോഗ്രാം. സോ അതിൻ്റേതായ ലിമിറ്റേഷൻസ് ഉണ്ട്. അസംബ്ലി ലാംഗ്വേജ് നമ്മൾ ഡിസ്കസ് ചെയ്യും എന്തൊക്കെയാണ് അസംബ്ലി ലാംഗ്വേജിലെ ഡിഫിക്കൽട്ടീസ് എന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. സോ ഒന്ന് പറയുന്നത് വൺ ഓഫ് ദ ഡിഫിക്കൽട്ടീസ് അതൊരു അത്ര ഈസി അല്ല അതിൻ്റെ ഇൻസ്ട്രക്ഷൻസിനെ ഹാൻഡിൽ ചെയ്ത് നമ്മളുടെ റിക്വയർമെൻറ്റ്സിന് പ്രോഗ്രാം ചെയ്യുക എന്ന് പറയുന്നത്. സോ അതിനെ ഓവർകം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഹൈ ലെവൽ ലാംഗ്വേജ് വന്നിട്ടുണ്ട്. ഹൈ ലെവൽ ലാംഗ്വേജിൽ തന്നെ നമുക്ക് ജനറൽ പർപ്പസ് ലാംഗ്വേജ് ഉണ്ട്, സ്പെസിഫിക് പർപ്പസ് ലാംഗ്വേജ് ഉണ്ട്. ജനറൽ പർപ്പസ് ലാംഗ്വേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾഡൻ ഡേയ്സിൽ ഡെവലപ്പ് ചെയ്ത ഫോർട്രാൻ, കോബോൾ, C++ എന്ന് പറയുന്ന ലാംഗ്വേജസൊക്കെയാണ് ജനറൽ പർപ്പസ് ലാംഗ്വേജിൽ വരുന്നത്. ദെൻ സ്പെസിഫിക് ലാംഗ്വേജിലായിട്ട് വരുന്നത് നമുക്ക് ജാവ ഡെവലപ്പേഴ്സും ജാവ, ദെൻ SQL എന്ന് പറയുന്ന കുറേ ലാംഗ്വേജസ് ഉണ്ട്. ഞാനതൊന്നും ഇവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല, നിങ്ങൾ തന്നെ കുറേ ടേംസ് ഒക്കെ കേട്ടിട്ടുള്ളതാണ്. സോ ഹൈ ലെവൽ ലാംഗ്വേജ് ഉണ്ട്, ലോ ലെവൽ ലാംഗ്വേജ് ഉണ്ട്. സോ നിങ്ങളുടെ സിലബസിൽ എൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, ഹൈ ലെവൽ ലാംഗ്വേജിൽ എഴുതിയ പ്രോഗ്രാംസിന് എങ്ങനെ കമ്പ്യൂട്ടറിന് മനസ്സിലാകുന്ന മെഷീൻ ലെവൽ ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യും, എന്തൊക്കെ പ്രോസസ്സാണ് അതിൻ്റെ അകത്ത് ഇൻവോൾവ് ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. സോ നമ്മളത് ഇവിടെ ഡിസ്കസ് ചെയ്യും എങ്ങനെയാണ് ഹൈ ലെവൽ ലാംഗ്വേജ്. സോ ഹൈ ലെവൽ ലാംഗ്വേജിൽ നമുക്ക് യൂസറിന് മനസ്സിലാകുന്ന സിമ്പിൾ ലാംഗ്വേജിലായിരിക്കും അവിടെ പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഒരു ഫോറിൻ്റെ ലൂപ്പിൽ ഒരു വേരിയബിൾ, ഒരു ഇനീഷ്യൽ വേരിയബിൾ മുതൽ ഒരു ഫൈനൽ ലൊക്കേഷൻസ് വരെ എന്തൊരു കണ്ടീഷൻസ് വരെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പെർഫോം ചെയ്യുന്ന ഒരു ആക്ഷൻ പെർഫോം ചെയ്യുന്നതായിരിക്കും നമ്മളുടെ ഫോർ ലൂപ്പ് എന്ന് പറയുന്നത്. സോ ഒരു പ്രോഗ്രാം റീഡ് ചെയ്യുന്ന യൂസറിന് അത് മനസ്സിലാകും എന്താണ് അവിടെ പെർഫോം ചെയ്യുന്ന ആക്ഷൻ എന്ന് മനസ്സിലാകും. സോ ഒരു നമ്പർ i = 10 മുതൽ i = 100 വരെ സം ആക്ഷൻസ് പെർഫോം ചെയ്യണം. അപ്പോൾ അത് ഫോർ ലൂപ്പിൽ നമ്മൾ കൊടുക്കും. സോ ആ ഫോർ ലൂപ്പിൽ എഴുതുന്ന അത് നമ്മളുടെ ഹൈ ലെവൽ ലാംഗ്വേജിലാണ്. സോ ഈ ഹൈ ലെവൽ ലാംഗ്വേജിലുള്ള അല്ലെങ്കിൽ ആ വേരിയബിൾ ഒന്നും നമ്മളുടെ അസംബ്ലി ലാംഗ്വേജിൽ പ്രോസസ്സറിന് മനസ്സിലാകില്ല. സോ അസംബ്ലി ലാംഗ്വേജിലേക്ക് വരുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് അസംബ്ലി കോഡ്സിലേക്ക് അത് മാറും. അസംബ്ലി കോഡ്സിലേക്ക് മാറാലും മെഷീനിലേക്ക് വരുമ്പോൾ പ്രോസസ്സറിന് ഒരിക്കലും അസംബ്ലി ലാംഗ്വേജിലെ കോഡ്സ് മനസ്സിലാവില്ല. ആഡ് ആണെങ്കിൽ ആഡിന് AD
DD എന്നായിരിക്കും എഴുതുക, അതും പ്രോസസ്സറിന് മനസ്സിലാവില്ല. സോ അതിന് കറസ്പോണ്ടിങ് ആയ മെഷീൻ ലാംഗ്വേജിലേക്ക് മാറും. സോ എങ്ങനെയാണ് നമ്മൾ ഹൈ ലെവൽ ലാംഗ്വേജിൽ എഴുതുന്നത് പ്രോഗ്രാം മെഷീൻ ലെവൽ ലാംഗ്വേജിലേക്ക് നമ്മൾ കൊണ്ടുവരുന്നത് എന്ന ഈ സിസ്റ്റം സോഫ്റ്റ്വെയറിൻ്റെ ഫങ്ഷൻസ് കംപ്ലീറ്റ് നമ്മൾ അതിൻ്റെ ആൻസറായിട്ട് എഴുതേണ്ടി വരും. സോ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ നമ്മൾ പറഞ്ഞു ഹൈ ലെവൽ ലാംഗ്വേജിൽ ഡിഫറെൻറ്റ് ലാംഗ്വേജസ് ഉണ്ട്, ഡിഫറെൻറ്റ് ആപ്ലിക്കേഷൻസ് അനുസരിച്ച് ഡിഫറെൻറ്റ് അതിൻ്റെ ഫെസിലിറ്റീസ് പ്രൊവൈഡ്, അതിൻ്റെ സിസ്റ്റം ഫങ്ഷൻസ് അനുസരിച്ച് നമുക്ക് ഇഷ്ടമുള്ള ഹൈ ലെവൽ ലാംഗ്വേജ് നമുക്ക് സെലക്ട് ചെയ്യാം. സോ ഏതാണോ ഇപ്പം കൂടുതൽ ഡെവലപ്ഡ് അഡ്വാൻസ്ഡ് ഹൈ ലെവൽ ലാംഗ്വേജിലേക്ക് വരുമ്പോഴത്തേക്കും കുറേ ലോട്ട് ഓഫ് ബിൽറ്റ് ഇൻ ഫങ്ഷൻസ് അതിൻ്റെ അകത്തുണ്ടാവും. സോ നമ്മളുടെ റിക്വയർമെൻറ്റിന് ആ ഫങ്ഷൻസ് അതിൻ്റെ ഹെഡർ ഫയലിൽ നിന്ന് നമുക്ക് കോൾ ചെയ്താൽ അത് നേരെ ഡയറക്റ്റ് യൂസ് ചെയ്യാം. സോ അങ്ങനെയുള്ള ഓൾറെഡി ബിൽറ്റിനായിട്ടുള്ള പ്രോഗ്രാംസ് ഫങ്ഷൻസൊക്കെ നമുക്ക് അങ്ങനെ ഈസി ആയിട്ട് യൂസ് ചെയ്യാം. അതാണ് നമ്മളുടെ ഹൈ ലെവൽ ലാംഗ്വേജിൻ്റെ അഡ്വാൻസ്ഡ് ലാംഗ്വേജിലേക്ക് പോകുമ്പോഴുള്ള ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഹൈ ലെവൽ ലാംഗ്വേജിന് നമ്മൾ ലോ ലെവൽ ലാംഗ്വേജായ മെഷീൻ ലാംഗ്വേജ് അല്ലെങ്കിൽ അസംബ്ലി ലാംഗ്വേജിലേക്ക് പ്രോഗ്രാം നമ്മൾ കൊണ്ടുവരും. സോ അസംബ്ലി ലാംഗ്വേജിലേക്ക് വരുന്ന പ്രോഗ്രാം അസംബ്ലി അല്ലെങ്കിൽ ഏത് പ്രോസസ്സറാണോ ആ പ്രോസസ്സറിൻ്റെ ഇൻസ്ട്രക്ഷൻസൊക്കെ ഓപ്പറേറ്റ്, അതിൻ്റെ രജിസ്റ്റേഴ്സും ഇൻസ്ട്രക്ഷൻസൊക്കെ അറിഞ്ഞാൽ മാത്രമേ അതിൻ്റെ അസംബ്ലി ലാംഗ്വേജിലേക്ക് എൻ്റെ കൊണ്ടുവരാൻ പറ്റുള്ളൂ. സോ ആ ഇൻസ്ട്രക്ഷൻസിൻ്റെ ഫോമിലായിരിക്കും ഇൻസ്ട്രക്ഷൻസ് എന്താണോ പറയുന്നത് ഇൻസ്ട്രക്ഷൻ കറസ്പോണ്ടിങ് ആയ ഓപ്പറേഷൻ കോഡും അതിൻ്റെ ഡേറ്റയും ആയിരിക്കും നമ്മൾ അസംബ്ലി ലാംഗ്വേജിൽ എഴുതുന്നത്. സോ അസംബ്ലി ലാംഗ്വേജിൻ്റെ ഒരു 4 ഫീൽഡ് ഉണ്ട് അസംബ്ലി ലാംഗ്വേജ്. നമുക്കറിയാവുന്നതാണ്, ഒരു ലേബൽ പാർട്ട് ഉണ്ടായിരിക്കും, ഒരു ഓപ്പറേഷൻ കോഡ് പാർട്ട് ഉണ്ടായിരിക്കും, ഒരു ഓപ്പറാൻഡ് ഉണ്ടായിരിക്കും, ഒന്നോ അതിലധികമോ ഓപ്പറാൻഡ്സ് ഉണ്ടാകാം, ദ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ടൈപ്പ് ഓഫ് ദ ഇൻസ്ട്രക്ഷൻ. ദെൻ ഒരു കമൻറ്റ് ഫീൽഡ് ഉണ്ടായിരിക്കും. കമൻറ്റ് ഫീൽഡ് ഒരു കമ്പൽസറി പാർട്ടല്ല, സോ അത് പ്രോഗ്രാമറിന് മനസ്സിലാകാൻ വേണ്ടി. സോ ലേബൽ, ഓപ്കോഡ്, ഓപ്പറാൻഡ്സ് ഇതാണ് നമ്മളുടെ ഒരു മെഷീൻ ലാംഗ്വേജായ അസംബ്ലി ലാംഗ്വേജിൻ്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത്. സോ ഈ രീതിയിൽ നമ്മൾ പ്രോഗ്രാംസ് എഴുതുമ്പോൾ ലേബൽ അതെന്ന് പറയുന്ന ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആയിരിക്കും. ദെൻ ഓപ്പറേഷൻ കോഡ് എന്ന് പറയുന്നത് മൈക്രോ പ്രോസസ്സറിൻ്റെ ഇൻസ്ട്രക്ഷൻസ് ഡിഫൈൻ ചെയ്തിരിക്കുന്നതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്സിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നതായിരിക്കും. ഓപ്പറാൻഡ്സ് എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് ഇൻസ്ട്രക്ഷൻ കൊണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന ഡേറ്റ ആയിരിക്കും. സോ ഇതാണ് നമ്മളുടെ അസംബ്ലി ലാംഗ്വേജിൽ വരുന്നത്. സോ നമ്മൾ അസംബ്ലറിനെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ എന്താണ് അസംബ്ലി ലാംഗ്വേജ് എന്നുള്ളൊരു കോൺസെപ്റ്റ് ഓൾറെഡി നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ, ഓൾറെഡി നമ്മൾ പല ക്ലാസ്സുകളിൽ അസംബ്ലി ലാംഗ്വേജ് ഒക്കെ ഡിസ്കസ് ചെയ്തതാണ്. സോ വീണ്ടും അത് ഡിസ്കസ് ചെയ്യുന്നില്ല. സോ അസംബ്ലി ലാംഗ്വേജിലേക്ക് വരുമ്പോൾ എന്താണ് അസംബ്ലി ലാംഗ്വേജിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്? സോ ഈ ഹൈ ലെവൽ ലാംഗ്വേജൊക്കെ ഇത്ര ഡെവലപ്പ് ചെയ്ത് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്തതാണ്. അതിന് മുൻപ് ഇനീഷ്യൽ ഡേയ്സിലെ കമ്പ്യൂട്ടർ പ്രോഗ്രാംസ് എല്ലാം മെഷീൻ ലാംഗ്വേജിലാണ് പ്രോഗ്രാം 1s and 0s വെച്ചായിരുന്നു പ്രോഗ്രാം ചെയ്തത്. അതിൽ നിന്ന് അസംബ്ലി ലാംഗ്വേജിലേക്ക് വന്നപ്പോഴേക്കും ഒരുപാട് ഫാർ ബെറ്റർ പെർഫോമൻസ് പ്രോഗ്രാമേഴ്സിന് കാഴ്ചവെക്കാൻ പറ്റി. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസംബ്ലി ലാംഗ്വേജിലെ പ്രോഗ്രാംസ് ആയിരുന്നു ഇന്നത്തെ ഹൈ ലെവൽ ലാംഗ്വേജ് പ്രോഗ്രാം എന്ന് പറയുന്നത്. സോ ഒരു പ്രോഗ്രാമിനെ സംബന്ധിച്ച് മെഷീൻ ലാംഗ്വേജ് ആയ 1010 സീക്വൻസിൽ എഴുതുന്നതിനേക്കാൾ ഫാർ ബെറ്റർ ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അസംബ്ലി ലാംഗ്വേജിൽ ഉണ്ടായിരുന്നു. സോ അതിൻ്റെ ഒരു ബേസിലാണ് നമ്മളിവിടെ അഡ്വാൻറ്റേജ് പറയുന്നത്. സിംബോളിക് പ്രോഗ്രാമിംഗ് ഓഫ് അസംബ്ലി ലാംഗ്വേജ് ഈസ് ഈസിയർ ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് സേവ് എ ലോട്ട് ഓഫ് ടൈം ആൻഡ് എഫേർട്സ് ടു ദ എഫേർട്ട് ഓഫ് ദ പ്രോഗ്രാമർ. സോ നമ്മളിവിടെ സംസാരിക്കുന്ന അതിനെക്കുറിച്ച് ഈ പറഞ്ഞിരിക്കുന്ന പോയിന്റ് എന്ന് പറയുന്നത് ദാറ്റ് കമ്പയർഡ് ടു ദ മെഷീൻ ലെവൽ പ്രോഗ്രാമിംഗ്. ഓക്കെ, സോ സിംബോളിക് ആയിട്ടാണ് ആഡ് എന്ന് പറയുന്ന ഡാറ്റ, ആഡ് എന്ന് പറയുന്ന കമാൻഡാണ് അവിടെ ഇൻസ്ട്രക്ഷനായിട്ട് ഉപയോഗിച്ചിരുന്നത്. സോ ആഡ് എന്ന് ടൈപ്പ് ചെയ്താൽ മാത്രം മതി, ആഡിൻ്റെ കോഡ് എന്താണ് എന്ന് പ്രോഗ്രാമർ അറിയേണ്ട ആവശ്യമില്ല. സോ ഇറ്റ് വാസ് വെരി ഈസി ഫോർ ദ പ്രോഗ്രാമർ ടു പെർഫോം സച്ച് ആൻ ആക്ഷൻ, such a programming in assembly language. Then increased efficiency of the programmer. So initial time പ്രോഗ്രാം ചെയ്ത് കൊടുക്കുന്ന 101100 എന്ന് പറയുന്ന ഈ സീക്വൻസ് ടൈപ്പ് ചെയ്തിട്ടായിരുന്നു ഒരു പെർഫോമൻസ്. ഫോർ എക്സാമ്പിൾ ആഡ് എന്ന് പറയുന്ന ഒരു ആക്ഷൻ ചെയ്യണമെങ്കിൽ ഇതുപോലെ കുറേ സീക്വൻസ് എങ്ങനെ പ്രോഗ്രാം മെമ്മറിയിൽ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കണമായിരുന്നു. സെയിം ടൈം അസംബ്ലി ലെവൽ ലാംഗ്വേജിലേക്ക് ഡെവലപ്മെൻറ്റ് വന്നപ്പോൾ അവിടെ പ്രോഗ്രാമർ ജസ്റ്റ് നീഡ് റൈറ്റ് ഉള്ളി ആഡ് R0, R1 2 രജിസ്റ്റേഴ്സ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ഇങ്ങനെ കൊടുത്താൽ മതി. ആ രീതിയിലേക്ക് പ്രോഗ്രാംസിൻ്റെ ഡെവലപ്മെൻറ്റ് വന്നു. അങ്ങനെ എഫിഷ്യൻസി ഇൻക്രീസ് ആയി എന്നാണ് പറയുന്നത്. പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ്, ഓഫ് കോഴ്സ് എഫിഷ്യൻസി ആൻഡ് ഈസിനെസ് ബെറ്റർ ആവുന്നതനുസരിച്ച് പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യും. മോർ പ്രോഗ്രാംസ് നമുക്ക് ഷോർട്ട് ഓഫ് ടൈമിൽ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. Then programmer has flexibility to write programs customized to specific computer. So ഏത് കമ്പ്യൂട്ടർ, ഏത് പ്രോസസ്സർ ബേസ്ഡുള്ള കമ്പ്യൂട്ടറാണോ നമ്മൾക്കുള്ളത് ആ പ്രോസസ്സറിൻ്റെ ഇൻസ്ട്രക്ഷൻസ് മാത്രം അറിഞ്ഞുകൊണ്ട് നമുക്ക് ആ പ്രോഗ്രാംസ് ഡെവലപ്പ് ചെയ്താൽ മതി. ഓക്കെ, സോ അതാണ് പ്രോഗ്രാം ഹാസ് ഫ്ലെക്സിബിലിറ്റി ടു റൈറ്റ് പ്രോഗ്രാംസ്.
then it is easier to correct errors and modify program instructions. So നമ്മളുടെ മെഷീൻ ലെവൽ പ്രോഗ്രാംസ് ഇങ്ങനെ 1010 എന്നൊക്കെ പ്രോഗ്രാം എഴുതുമ്പോൾ അടുത്ത മെമ്മറിയിൽ വേറെ 0101 എന്ന് പറയുന്ന കുറേ പ്രോഗ്രാംസ് ആയിരിക്കും. സോ ഇതിൽ നിന്ന് ഈ വൺസും സീറോസും നോക്കിയിട്ട് അതിൻ്റെ എറർ കണ്ടുപിടിച്ച് അത് മോഡിഫൈ ചെയ്യുക എന്ന് പറയുന്ന ഒരു tedious പ്രോസസ്സാണ്. ദാറ്റ് വാസ് നോട്ട് ഈസി. സോ അതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അസംബ്ലി ലെവൽ ലാംഗ്വേജിലെ ഈ എറർ കറക്ഷൻ ആൻഡ് ഡിറ്റക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് വാസ് വെരി ഈസി. അതാണ് ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് വൺ ഓഫ് ദ മേജർ ഡിസഡ്വാൻറ്റേജ് ആയിട്ട് അസംബ്ലി ലാംഗ്വേജ് ഈസ് മെഷീൻ ഡിപ്പെൻഡൻറ്റ്. ഒരു പ്രോസസ്സർ ഏതാണോ ആ പ്രോസസ്സറിനെ ഡിപ്പെൻഡ് ചെയ്ത് മാത്രമായിരിക്കും അതിൻ്റെ അസംബ്ലർ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. സോ അസംബ്ലർ ഏത് കമ്പ്യൂട്ടറിൻ്റെ അല്ലെങ്കിൽ പ്രോസസ്സറിൻ്റെ മാനുഫാക്ചേഴ്സ് അവർ തന്നെ സപ്ലൈ ചെയ്യുന്നതായിരിക്കും. ആ പ്രോസസ്സറിന് വേണ്ടിയിട്ട് മാത്രമായിരിക്കും ആ അസംബ്ലർ വർക്ക് ചെയ്യുന്നത്. അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. സോ പ്രോഗ്രാം റിട്ടേൺ ഫോർ വൺ കമ്പ്യൂട്ടർ മൈറ്റ് നോട്ട് റൺ ഇൻ അനദർ കമ്പ്യൂട്ടർ വിത്ത് ഡിഫറെൻറ്റ് ഹാർഡ്വെയർ കോൺഫിഗറേഷൻസ്. ഒരു പ്രോസസ്സറിൽ ഡെവലപ്പ് ചെയ്ത പ്രോഗ്രാം ഇനി അഡ്വാൻസ്ഡ് ആയിട്ട് വേറൊരു പ്രോസസ്സർ വരുമ്പോൾ രണ്ടും കോമ്പാറ്റിബിലിറ്റി അല്ലാത്ത പ്രോസസ്സേഴ്സ് ആണെങ്കിൽ ആ ലോവർ പ്രോസസ്സറിന് വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്ത പ്രോഗ്രാം ഹയർ ലെവൽ പ്രോസസ്സറിൽ വർക്ക് ചെയ്യണമെന്ന് നിർബന്ധമില്ല. Next, long programs written in such languages cannot be executed on small sized computers. So advanced computers വരുമ്പോൾ അതിന് ഡെവലപ്പ് ചെയ്ത പ്രോഗ്രാംസ് പണ്ടുണ്ടായിരുന്ന കമ്പ്യൂട്ടറിൽ എന്ത് ചെയ്തില്ല, ഉപയോഗിക്കാനായിട്ട് പറ്റുമായിരുന്നില്ല. ഒക്കെയാണ് അതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുക. ദെൻ ഹൈ ലെവൽ ഇതാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. നമ്മളുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾ എഴുതുന്നുണ്ട് വാട്ട് ആർ ദ പ്രൊസീജിയേഴ്സ് ഇൻവോൾവ് ഇൻ കൺവേർട്ടിങ് എ പ്രോഗ്രാം റിട്ടൺ ഇൻ ഹൈ ലെവൽ ലാംഗ്വേജ് HLL to മെഷീൻ ലെവൽ ലാംഗ്വേജ്. സോ ഹൈ ലെവൽ ലാംഗ്വേജിൽ എഴുതിയിരിക്കുന്ന പ്രോഗ്രാം മെഷീൻ പ്രോസസ്സിന് അണ്ടർസ്റ്റാൻഡിംഗ് ആയ മെഷീൻ ലെവൽ ലാംഗ്വേജിലേക്ക് കൊണ്ടുവരുമ്പോൾ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ എന്തെല്ലാം പ്രൊസീജിയറാണ് അതിൻ്റെ അകത്ത് ഇൻവോൾവ് ആയിട്ടുള്ളത് എന്നാണ്. സോ ഈ ക്വസ്റ്റ്യനിൽ ഇൻവോൾവ് ചെയ്ത ടേംസ് ഒക്കെയാണ് നമ്മൾക്ക് ഈ മൊഡ്യൂളിൽ ലാസ്റ്റിൽ പഠിക്കാനുള്ളത്. ഓക്കെ, എന്നാൽ നോക്കാം. സോ ഹൈ ലെവൽ ലാംഗ്വേജ് കമ്പൈലർ നമ്മൾക്ക് എക്സാമ്പിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ലാംഗ്വേജാണ് C and C++ എന്ന് പറയുന്നത്. സോ സിക്ക് അവർ ഡിസൈൻ ചെയ്ത ഒരു കമ്പൈലർ ഉണ്ടായിരിക്കും. C++ന് അതിൻ്റെതായ കമ്പൈലർ ഉണ്ടായിരിക്കും. സോ നമ്മൾ അതിൻ്റെ അകത്ത് ഒരു പ്രോഗ്രാം എഴുതുമ്പോൾ ആ പ്രോസസ്സറിൻ്റെ അല്ലെങ്കിൽ ആ കമ്പൈലറിന് മനസ്സിലാകുന്ന ലാംഗ്വേജ് ആയിരിക്കും. അതിന് മനസ്സിലാകാത്ത ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ എഴുതിയാൽ അത് ഓഫ് കോഴ്സ് അത് എററാണെന്ന് നമുക്ക് അവിടെ വാർണിംഗ് തരും. സോ നമ്മളത് മോഡിഫൈ ചെയ്തു. സോ സിയിലേക്ക് നമ്മൾ പ്രോഗ്രാം ചെയ്തിട്ടുണ്ടായിരിക്കും. സോ ഒരു കമ്പൈലർ ഒരു ഹൈ ലെവൽ ലാംഗ്വേജിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുണ്ടായിരിക്കേണ്ട ഒരു ടേം ഒരു ഫങ്ഷൻ യൂണിറ്റാണ് കമ്പൈലർ എന്ന് പറയുന്നത്. സോ ഫങ്ഷണൽ നമ്മളുടെ ഹൈ ലെവൽ ലാംഗ്വേജിൽ ഇത് പ്രോഗ്രാം അതിൻ്റെ കമ്പൈലർ കമ്പൈൽസ് ദ പ്രോഗ്രാംസ് ആൻഡ് ട്രാൻസ്ലേറ്റ്സ് ഇറ്റ് ഇൻ ടു അസംബ്ലി പ്രോഗ്രാം. സോ നമ്മൾ പ്രോഗ്രാം എഴുതുന്ന അസംബ്ലി ഹൈ ലെവൽ ലാംഗ്വേജിലൊരു ഫോർ ലൂപ്പ് ഉണ്ടായിരിക്കും. ഫോർ ലൂപ്പിൻ്റെ കണ്ടീഷനും അതിൻ്റെ ഇനിഷ്യലൈസേഷനൊക്കെ നമുക്കറിയാം. സോ ഒരു പർട്ടിക്കുലർ ഫോർ ലൂപ്പ് ദെൻ അതിൻ്റെ ആക്ഷൻ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ടാകും. സോ ആ ഫോർ ലൂപ്പിൻ്റെ ബിഗിൻ ആൻഡ് എൻഡ് സ്റ്റേറ്റ്മെൻറ്റാണ് നമ്മൾ കൊടുക്കുന്നത്. ഇതിൻ്റെ ഇടയ്ക്കായിരിക്കും നമ്മൾ പ്രോഗ്രാം സീക്വൻസ് എഴുതി വെച്ചിരിക്കുന്നത്. സോ ഇത് കമ്പൈലർ ഈ സീക്വൻസിലേക്ക് വരുമ്പോൾ കമ്പൈലറിൻ്റെ ഫോർമാറ്റിൽ എററൊന്നും ഇല്ല എങ്കിൽ, അതിൻ്റെ ഫോർ സ്റ്റേറ്റ്മെൻറ്റ്സിൽ എററൊന്നും ഇല്ല എങ്കിൽ പ്രോപ്പറായിട്ട് ഫസ്റ്റ് ഇത് കമ്പൈൽ ചെയ്യുമ്പോൾ എന്താണ് കമ്പൈലർ ചെയ്യുന്നത്? കമ്പൈലർ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോസസ്സറിൻ്റെ ഇൻസ്ട്രക്ഷൻ നെമോണിക്സിലുള്ള അസംബ്ലി ലെവൽ ലാംഗ്വേജിലേക്ക് അതിനെ കൺവേർട്ട് ചെയ്യും. So first step in conversion is the compiler of the high level language translates the programs into assembly level program, low level language like adane translate ചെയ്യും. Okay, assembler then. So assemblerന്റെ ഡ്യൂട്ടിലേക്ക് വരുമ്പോൾ assembler then translates assembly programs into machine code. So assembler എന്ന് പറയുന്നത് നമ്മളിവിടെ എഴുതിയ പ്രോഗ്രാംസിൻ്റെ ഹൈ ലെവൽ ലാംഗ്വേജിലുള്ളതിന് ആഡ്, മൂവ്, മൾ, കമ്പയർ, CJNE അങ്ങനെ തുടങ്ങിയ കുറേ ഓപ്പറേഷൻസ് വെച്ചിട്ടായിരിക്കും. ഇത് ജസ്റ്റ് ഒരു എക്സാമ്പിളായിട്ട് പറയുന്നതാണ്. ഇങ്ങനെ കുറേ ഇൻസ്ട്രക്ഷൻസിൻ്റെ ഫോമിലായിരിക്കും ഈ അസംബ്ലർ ഒരു ഫയൽസ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇതും നമ്മളുടെ മൈക്രോ പ്രോസസ്സറിന് അണ്ടർസ്റ്റാൻഡിങ് ലെവൽ അല്ല. സോ ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? മെഷീൻ കോഡിലേക്ക് കൊണ്ടുവരണം. സോ മെഷീൻ കോഡിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന യൂണിറ്റാണ് നമ്മളുടെ അസംബ്ലർ. ദെൻ അസംബ്ലറിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് അസംബ്ലർ ട്രാൻസ്ലേറ്റ് അസംബ്ലി ലെവൽ ലാംഗ്വേജ് ഇൻ ടു മെഷീൻ ലെവൽ ലാംഗ്വേജ്, മെഷീൻ അണ്ടർസ്റ്റാൻഡബിൾ ലാംഗ്വേജ് ആയ വൺസ് ആൻഡ് സീറോസിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് അസംബ്ലർ ആയിരിക്കും. ഓക്കെ, ദെൻ അനദർ ടൂളാണ് നമ്മളുടെ ഹൈ ലെവൽ ലാംഗ്വേജിലുള്ള ടൂളാണ് ലിങ്കർ. സോ സിസ്റ്റം സോഫ്റ്റ്വെയറിൽ വരുന്നതാണ് ലിങ്കർ എന്ന് പറയുന്നത്. സോ നമ്മൾ ഹൈ ലെവൽ ലാംഗ്വേജിൽ ചെയ്യുന്ന പ്രോഗ്രാംസിൽ സബ് റൂട്ടീൻസ് ഉണ്ടാകും. ഒരു മെയിൻ പ്രോഗ്രാം ഉണ്ടാകും.
ഓക്കെ, കുറേ സബ് ഫങ്ഷൻസ് ഉണ്ടായിരിക്കും. ഈ സബ് ഫങ്ഷൻസിനൊക്കെ നമ്മൾ പല പ്രോഗ്രാം എക്സിക്യൂഷൻ ടൈമിൽ നമ്മൾ മെയിൻ പ്രോഗ്രാമിലേക്ക് കോൾ ചെയ്തിട്ടുണ്ടായിരിക്കും. സോ കമ്പൈലർ ട്രാൻസ്ലേറ്റ് ചെയ്ത് അസംബ്ലി ലെവലിലേക്ക് വരുമ്പോൾ ഡിഫറെൻറ്റ് ബ്ലോക്സ് ആയിട്ടായിരിക്കും ഈ ഓരോ പ്രോഗ്രാംസിനെയും റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഈ ഡിഫറെൻറ്റ് ബ്ലോക്സിനെ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ഡിഫറെൻറ്റ് പ്രോഗ്രാം മെമ്മറിയിലേക്ക് അത് ലോഡ് ചെയ്യുന്നത് ഡിഫറെൻറ്റ് പ്രോഗ്രാം മെമ്മറിയിലേക്കായിരിക്കും. സോ ഇതിനെല്ലാം കോർഡിനേറ്റ് ചെയ്യുന്ന, ഇതിനെല്ലാം കൂടിയിട്ട് മാനേജ് ചെയ്യുന്നതിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ലിങ്കറിനാണ്. സോ ലിങ്കർ ടൂൾ ഈസ് യൂസ് ടു ലിങ്ക് ഓൾ ദ പാർട്സ് ഓഫ് ദ പ്രോഗ്രാം ടുഗദർ ഫോർ എക്സിക്യൂഷൻ. സോ നമ്മൾക്ക് ആവശ്യമായ പ്രോഗ്രാമിൻ്റെ ഈ ഡിഫറെൻറ്റ് പാർട്സ് ഡിഫറെൻറ്റ് ലൊക്കേഷൻസിലായിരിക്കും. ഈ ഡിഫറെൻറ്റ് ലൊക്കേഷൻസിലുള്ള പ്രോഗ്രാം പാർട്സിനെല്ലാം കൂടിയിട്ട് കോർഡിനേറ്റ് ചെയ്ത് ഒരു എക്സിക്യൂട്ടബിൾ മെഷീൻ കോഡിലേക്ക് മാറ്റുന്ന റെസ്പോൺസിബിലിറ്റിയാണ് ലിങ്കറിനുള്ളത്. ദെൻ ലാസ്റ്റ് ലിങ്കർ ഒരു ബൈനറി സീക്വൻസിലുള്ള ഒരു പ്രോഗ്രാം ഫയൽസ് ക്രിയേറ്റ് ചെയ്യും. അതിനെ നമ്മളുടെ പ്രൈമറി മെമ്മറിയിലേക്ക് നമ്മൾക്ക് ലോഡ് ചെയ്താൽ മാത്രമേ മൈക്രോ പ്രോസസറിൻ്റെ പ്രോഗ്രാം കൗണ്ടർ ഉപയോഗിച്ച് അതിനെ റീഡ് ചെയ്ത് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യിക്കാൻ പറ്റുള്ളൂ. സോ എ ലോഡർ ലോഡ്സ് ഓൾ ഓഫ് ദം ഇൻ ടു മെമ്മറി. അത് ലോഡറിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ലോഡർ ലോഡ്സ് ഓൾ ഓഫ് ദാറ്റ് files created by the linker and into the primary memory, and the processor then start execute. So once that into the primary, it will be in the machine understandable language ones and zeros. ഓക്കെ, സോ ഇതാണ് ഹൈ ലെവൽ ലാംഗ്വേജിലുള്ള ഒരു പ്രോഗ്രാമിനെ ലോ ലെവൽ ലാംഗ്വേജ് ആയ മെഷീൻ ലെവലിലേക്ക് വരുമ്പോൾ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ഡിഫറെൻ്റ് പെർഫോം ചെയ്യുന്ന ഡിഫറെൻ്റ് സ്റ്റേജസ് എന്ന് പറയുന്നത്. സോ ഇത്രയും പോയിൻറ്റ്സ് നിങ്ങൾ അതിൻ്റെ ആൻസറായിട്ട് എഴുതണം. ഓക്കെ, സോ ഒരു സിംബോളിക്കായിട്ട് നമുക്കത് എങ്ങനെയാണെന്ന്. സോ നമ്മളുടെ ഹൈ ലെവൽ ലാംഗ്വേജ് പ്രോഗ്രാംസ്, സോ ഏതാണോ ഹൈ ലെവൽ ലാംഗ്വേജ് അതിന് അണ്ടർസ്റ്റാൻഡിങ് ആയ ലാംഗ്വേജിൽ നമ്മളുടെ ഹൈ ലെവൽ ലാംഗ്വേജിലെ പ്രോഗ്രാം ഇവിടെ എഴുതും. ദെൻ വി ഷുഡ് ഹാവ് എ കമ്പൈലർ. സോ കമ്പൈലർ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. കമ്പൈലർ ട്രാൻസ്ലേറ്റ്സ് ഹൈ ലെവൽ പ്രോഗ്രാംസ് ഇൻ ടു മെഷീൻ ലെവൽ ലാംഗ്വേജ്. മെഷീൻ ലെവൽ പ്രോഗ്രാമായ ഓപ്കോഡും ഓപ്പറാൻഡും ലേബലും ഒക്കെയുള്ള ഒരു പ്രോഗ്രാംസിലേക്ക് അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യും. ഓക്കെ, സോ അതിൻ്റെ ഇൻപുട്ട് കമ്പൈലറിൻ്റെ ഔട്ട്പുട്ട് വിൽ ബി ഫീഡ് ഇൻ ടു ദ ഇൻപുട്ട് ഓഫ് അസംബ്ലർ then translates that assembly language into machine code, and machine code then output is then feed into the ലിങ്കറിൽ നമ്മൾ ഈ മെഷീൻ കോഡ്സിലുള്ള ഡിഫറെൻറ്റ് പാർട്സ്, ഡിഫറെൻറ്റ് ഫങ്ഷൻ പാർട്സ് അതെല്ലാം കോർഡിനേറ്റ് ചെയ്ത് ലിങ്കർ എക്സിക്യൂട്ടബിൾ മെയിൻ പ്രോഗ്രാമായിട്ട് മാറ്റും. എക്സിക്യൂട്ടബിൾ പ്രോഗ്രാമായിട്ട് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലോഡർ അതിനെ മെമ്മറിയിലേക്ക് ലോഡ് ചെയ്തിട്ട് ദെൻ പ്രോസസർ വിൽ റീഡ് പ്രോഗ്രാം ഇൻസ്ട്രക്ഷൻസ് ഫ്രം ദ മെമ്മറി ആൻഡ് പെർഫോം ദ ആക്ഷൻ. സോ ആക്ച്വലി നമ്മൾ ഇവിടെ എന്താണോ എഴുതിയത് അതിന് കറസ്പോണ്ടിങ് ആയ ആക്ഷൻ മെഷീനിന് മനസ്സിലാവുന്നത് എൻ്റെ മെമ്മറിയിൽ വൺസ് ആൻഡ് സീറോസിലേക്ക് കൊണ്ടുവരുമ്പോഴായിരിക്കും. സോ ഇത്രയും സ്റ്റെപ്സാണ് മെഷീൻ ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. ഓക്കെ, ദെൻ ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് അവർ അസംബ്ലർ. കോൺസെപ്റ്റ് മാത്രമേ പറയുന്നുള്ളൂ എന്താണ് അസംബ്ലർ എന്ന് പറയുന്നത്. സോ വാട്ട് ഈസ് ആൻ അസംബ്ലർ? അസംബ്ലർ എന്ന് പറയുന്നത് ഇറ്റ്സ് എ സോഫ്റ്റ്വെയർ ദാറ്റ് ആക്സെപ്റ്റ്സ് ആൻ അസംബ്ലി ലാംഗ്വേജ്. നമ്മൾ പറഞ്ഞു കമ്പൈലർ ഉണ്ടാകും, ഹൈ ലെവൽ ലാംഗ്വേജിന് ഒരു കമ്പൈലർ ഉണ്ടാകും. ആ കമ്പൈലർ ഒരു അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാം പ്രൊഡ്യൂസ് ചെയ്യും. ദാറ്റ് as input and produce its machine language equivalent along with the information for the loader. സോ നമ്മൾ പറഞ്ഞു അസംബ്ലറിൽ നിന്നുള്ള അസംബ്ലറിൻ്റെ റിസൾട്ട് നേരെ പോകുന്നത് ലിങ്കർ ആൻഡ് ലോഡർ യൂണിറ്റിലേക്കായിരിക്കും. സോ അസംബ്ലി ലാംഗ്വേജിൽ എഴുതിയ പ്രോഗ്രാംസ് അല്ലെങ്കിൽ അസംബ്ലി ലാംഗ്വേജിലേക്ക് കമ്പൈലർ ചെയ്ത് കിട്ടിയ ഔട്ട്പുട്ട് നമ്മളുടെ അസംബ്ലറിലേക്ക് പോകും. അസംബ്ലർ അത് ഇൻപുട്ടായിട്ട് അക്സെപ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ കറസ്പോണ്ടിങ് മെഷീൻ ലാംഗ്വേജിലേക്ക് അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യും. സോ മെയിൻ ഡ്യൂട്ടി മെഷീൻ കോഡ് എഴുതുക എന്നുള്ളതാണ് നമ്മളുടെ അസംബ്ലറിൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഓക്കെ, ബേസിക് ഫങ്ഷൻസ് ഓഫ് അസംബ്ലർ. എന്താണ് അസംബ്ലറിൻ്റെ ഫങ്ഷൻസ്? ഇതിനോട് നമ്മൾ ഡിസ്കസ് ചെയ്താണ് എന്താണ് ഫങ്ഷൻസ് എന്നുള്ള കാര്യം. കൺവേർട്ട് ന്യൂമോണിക്സ് ഓപ്പറേഷൻ കോഡ്സ് ടു ദെയർ മെഷീൻ ലാംഗ്വേജ് ഇക്വലൻസ്. സോ ന്യൂമോണിക് ഓപ്പറേഷൻ, ഫോർ എക്സാമ്പിൾ നമ്മൾ മൂവ് എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ, സ്റ്റോർ എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രക്ഷൻ ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കും, ആഡ് എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻസ്. ഇതെല്ലാം നമ്മളുടെ ഓപ്പറേഷൻ കോഡ്സ് ആണ്. എന്താണ് ഇൻസ്ട്രക്ഷൻസ് പെർഫോം ചെയ്യേണ്ട ആക്ഷൻ എന്ന് നമുക്ക് സിമ്പിളായിട്ട് എഴുതുന്നതിൻ്റെ ന്യൂമോണിക്സ് എന്നാണ് പറയുക. അതിൻ്റെ ഒരു കോഡാണ് നമ്മളുടെ ന്യൂമോണിക് എന്ന് പറയുന്നത്. ദാറ്റ് കൺവേർട്സ് ഇറ്റ് ഇൻ ടു ഇക്വലൻ്റ് മെഷീൻ ലാംഗ്വേജ്. അതാണ് ഫസ്റ്റ് ആൻഡ് ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻ എന്ന് പറയുന്നത്. ദെൻ കൺവേർട്ട് സിംബോളിക് ഓപ്പറാൻസ്. സോ ഈ ഓരോ ഓപ്പറേഷൻ, സോ ആഡ് എന്ന് പറയുന്നത് വെറുതെ ആഡ് മാത്രം പോരാ, എന്താണ് ആഡ് ചെയ്യേണ്ടത്? സോ ആഡ് R0
and R1 and store the result into R0. So that depends upon the nature of the processor and instruction. ഓരോ ലാംഗ്വേജിനും ഓരോ ഇൻസ്ട്രക്ഷൻസും ഓരോ ഇൻസ്ട്രക്ഷൻസിൻ്റെ എന്താ ഡെഫിനേഷൻ ഡിഫറൻ്റ് ആയിരിക്കും. സോ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് അതിൻ്റെ ആക്ഷൻ അവിടെ ചെയ്യും. സോ ആ ഇൻസ്ട്രക്ഷൻസ് ലാംഗ്വേജിൽ വരുന്ന അസംബ്ലി ലാംഗ്വേജിൽ വരുന്ന ഓപ്പറാൻസിനെ അതിൻ്റെ മെഷീൻ അഡ്രസ്സിലേക്ക് മാറ്റണം. അതാണ് സെക്കൻഡ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. ബിൽഡ് ദ മെഷീൻ ഇൻസ്ട്രക്ഷൻസ് ഇൻ ദ പ്രോപ്പർ ഫോമാറ്റ്. അടുത്ത റെസ്പോൺസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇൻസ്ട്രക്ഷൻസിനെല്ലാം പ്രോപ്പർ ഫോർമാറ്റിലേക്ക് നമ്മളിനെ സോർട്ട് ചെയ്യണം. Then convert the data constants into internal machine representations. നമ്മളുടെ കോൺസ്റ്റൻസ് ഡാറ്റകളൊക്കെ ഉണ്ടായിരിക്കും, ഡിഫറെൻറ്റ് ഡാറ്റയൊക്കെ നമ്മൾ പ്രോഗ്രാംസിൽ വരും. അതിനെല്ലാം അതിൻ്റെ മെഷീൻ റെപ്രസെൻറ്റേഷൻ കോഡിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യണം. ദെൻ റൈറ്റ് ഒബ്ജക്റ്റ് പ്രോഗ്രാം ആൻഡ് അസംബ്ലി ലിസ്റ്റിംഗ്. സോ ഒരു ഒബ്ജക്റ്റ് .obj എന്ന് പറയുന്ന ഒരു ഫയലായിരിക്കും നമ്മളുടെ അസംബ്ലറിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. .obj എന്ന് പറയുന്ന ഫയൽസിൽ ഒരു ഡിഫറെൻറ്റ് റെക്കോർഡ്സ് ഉണ്ടായിരിക്കും. അതൊന്ന് നമ്മളോട് പറയേണ്ട കാര്യമില്ല, ജസ്റ്റ് ഇൻട്രൊഡക്ഷനായിട്ട് മാത്രം പറയാം. അതിൻ്റെ അകത്ത് 3 റെക്കോർഡ്സാണ് നമ്മളുടെ ഈ ഒബ്ജക്റ്റ് ഫയൽസിൽ ഉണ്ടാവുക. 3 റെക്കോർഡ്സിൽ ആദ്യത്തെ റെക്കോർഡ്സ് എന്ന് പറയുന്നത് ഹെഡർ റെക്കോർഡ്സ് എന്നാണ് പറയാം. രണ്ടാമത്തെ റെക്കോർഡ് ടെക്സ്റ്റ് റെക്കോർഡ്സ് എന്നാണ് പറയാം. മൂന്നാമത്തെ റെക്കോർഡ് എൻഡ് റെക്കോർഡ്സ് എന്നാണ് പറയുക. സോ ഹെഡർ റെക്കോർഡും വേണം, ടെക്സ്റ്റ് റെക്കോർഡ് വേണം, ആൻഡ് എൻഡ് റെക്കോർഡ് വേണം. സോ ഹെഡർ റെക്കോർഡിൽ അത് പറയും, പ്രോഗ്രാം പറയുന്നത് ഇതിൻ്റെ സൈസ് എത്രയാണ്. ഹെഡർ റെക്കോർഡ്സ് ഡിസ്കസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഹെഡർ റെക്കോർഡ്സിലെ ഡാറ്റ എന്ന് പറയുന്നത് നമ്മൾ എഴുതിയിരിക്കുന്ന പ്രോഗ്രാം, ട്രാൻസ്ലേറ്റ് ചെയ്ത പ്രോഗ്രാമിൻ്റെ സൈസ് എത്രയാണ്, പ്രോഗ്രാമിൻ്റെ നെയിം എന്താണ്, എവിടെയാണ് ഈ പ്രോഗ്രാമിൻ്റെ മെമ്മറി സ്റ്റാർട്ട് ചെയ്യുന്നത്. ടെക്സ്റ്റ് റെക്കോർഡ്സിലായിരിക്കും നമ്മൾ പ്രോഗ്രാംസിൻ്റെ ഇൻസ്ട്രക്ഷൻ ഡീറ്റെയിൽസും കോഡ്സും കംപ്ലീറ്റ് എടുക്കുന്നത്. ടെക്സ്റ്റ് റെക്കോർഡ്സിലായിരിക്കും. അതിനൊക്കെ ഓരോ ഫോർമാറ്റ് ഉണ്ട്, നമ്മളത് ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. എൻഡ് റെക്കോർഡ്സിൽ ഏത് ഫംഗ്ഷൻസ് എവിടെ തീരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എൻഡ് റെക്കോർഡ്സിലായിരിക്കും ഉണ്ടാവും. സോ ഇത്രയും കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അസംബ്ലറിൻ്റെ ബേസിക് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അത് ഡിഫറെൻറ്റ് പ്രോസസ്സ് ഉണ്ട്. ജസ്റ്റ് ആ പ്രോസസ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അസംബ്ലർ ഡയറക്റ്റീവ്സ്. സോ അസംബ്ലറിൽ വരുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ഒരു ടേമാണ് അസംബ്ലർ ഡയറക്റ്റീവ്സ് എന്ന് പറയുന്നത്. അസംബ്ലർ ഡയറക്റ്റീവ്സ് എന്ന് പറയുന്നത് അത് ഒരിക്കലും അസംബ്ലി ലാംഗ്വേജിലെ ഇൻസ്ട്രക്ഷൻസ് അല്ല. ഇറ്റ് ഈസ് ജസ്റ്റ് കമാൻഡ്സ് ടു ദ അസംബ്ലർ. അസംബ്ലറിന് മാത്രം മനസ്സിലാകുന്ന, അല്ലെങ്കിൽ മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടാത്ത കുറേ ടേംസാണ് നമ്മളുടെ അസംബ്ലർ എന്ന് പറയുന്നത്. അത് ഇൻസ്ട്രക്ഷൻ അല്ല. ദാറ്റ് ജസ്റ്റ് ഇൻസ്ട്രക്റ്റിംഗ് ദ അസംബ്ലർ ടു ഡു ദി ഫോളോയിങ് ഇൻസ്ട്രക്ഷൻസ് വിത്ത് പെർട്ടിക്കുലർ ആക്ഷൻ. സോ അസംബ്ലറിന് വരുന്ന ഒരു അസംബ്ലർ ഡയറക്റ്റീവാണ് സ്റ്റാർട്ട് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ചിലതിലൊക്കെ നമ്മൾ ORG എന്നും ബിഗിൻ BEG എന്നും എന്നൊക്കെ അങ്ങനെ കുറേ ലേബിളായിരിക്കും നമ്മൾ സ്റ്റാർട്ടിന് കൊടുക്കുന്ന ഒരു അസംബ്ലർ ഡയറക്റ്റീവ് എന്ന് പറയുന്നത്. സീഡോ കോഡ് എന്നാണ് പറയാം. ഒരു കോഡ് ഇൻസ്ട്രക്ഷൻ കോഡാണോ അല്ല, ദാറ്റ് ഈസ് മെഷീൻ അസംബ്ലർ അണ്ടർസ്റ്റാൻഡബിൾ ഉള്ളി. സോ അസംബ്ലർ എഴുതിയിരിക്കുന്ന ലാംഗ്വേജ് എഴുതിയിരിക്കുന്ന അസംബ്ലർ പ്രോഗ്രാമിന് മാത്രം മനസ്സിലാകുന്ന കുറച്ച് കീവേഡ്സ് ആണ് നമ്മളുടെ അസംബ്ലർ ഡയറക്റ്റീവ്സ് എന്ന് പറയുന്നത്. അതിലൊന്നാമത്തെ അസംബ്ലർ ഡയറക്റ്റീവാണ് സ്റ്റാർട്ട്, അല്ലെങ്കിൽ സ്പെസിഫിക്കേഷൻ ഓഫ് ദ നെയിം ആൻഡ് സ്റ്റാർട്ട് അഡ്രസ് ഓഫ് ദ പ്രോഗ്രാം. സോ സ്റ്റാർട്ടിൽ നമ്മൾ ആ പ്രോഗ്രാമിൻ്റെ അല്ലെങ്കിൽ ആ ഫംഗ്ഷൻ പാർട്ടിൻ്റെ നെയിമും ആ പ്രോഗ്രാം എവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു എന്നുള്ള ഇൻസ്ട്രക്ഷൻ ആയിരിക്കും കൂടെ. സോ നമ്മൾ അസംബ്ലി ലാംഗ്വേജ് 8051 അസംബ്ലി ലാംഗ്വേജിൽ ആദ്യമേ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് എഴുതുന്നു ORG 00H എന്ന് പറയുന്ന ഒരു കമാൻഡ്. ഇതൊരിക്കലും മൈക്രോ പ്രോസസർ 8051 ഇൻസ്ട്രക്ഷൻ അല്ല. ഇത് അണ്ടർസ്റ്റാൻഡിങ് ബൈ ദ അസംബ്ലർ ഉള്ളി. സോ അസംബ്ലറിന് പറയുകയാണ് നമ്മൾ ഈ പ്രോഗ്രാമിൻ്റെ കോഡ്സ് എല്ലാം ലോഡ് ചെയ്യേണ്ടത് 000H എന്ന് പറയുന്ന ലൊക്കേഷനിലേക്കാണ്. സോ നമ്മളുടെ ലിങ്കർ വരുമ്പോൾ അത് ഇവിടുന്ന് ഇത് ഫെച്ച് ചെയ്തിട്ട് കറസ്പോണ്ടിങ് ലൊക്കേഷനിലേക്ക് അതിനെ ലോഡ് ചെയ്തോളും. ഓക്കെ, സോ സ്റ്റാർട്ട് എൻഡ് എവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു, എവിടെ ഇൻഡിക്കേറ്റ്സ് ദ എൻഡ് ഓഫ് ദാറ്റ് പ്രോഗ്രാം ആൻഡ് ഓപ്ഷണലി ദ അഡ്രസ് ഓഫ് ദ ഫസ്റ്റ് എക്സിക്യൂട്ടബിൾ ഇൻസ്ട്രക്ഷൻ. ആദ്യത്തെ ഇൻസ്ട്രക്ഷൻ്റെ നമ്മളുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്ത് ഫസ്റ്റ് ഓപ്പറേഷൻ്റെ കോഡ് വന്ന് അതിൻ്റെ അഡ്രസ്സ് മെമ്മറിയിൽ എവിടെ വരുന്നു എന്നുള്ള ഇൻഫർമേഷനും നമ്മളുടെ എൻഡിലായിരിക്കും കൊടുക്കുന്നത്. ദെൻ ബൈറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഇൻസ്ട്രക്ഷൻസ് യൂസ് ചെയ്യുമ്പോൾ അസംബ്ലി ലാംഗ്വേജിൽ പ്രോഗ്രാം ചെയ്യുമ്പോൾ ഏത് പ്രോസസ്സറാണോ അതിൻ്റെ ഇൻറ്റേർണൽ ആർക്കിടെക്ചർ അറിഞ്ഞിരിക്കേണ്ട ആവശ്യമില്ല. അതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് നമുക്ക് നേരിട്ട് വേരിയബിളൊക്കെ ഡിക്ലെയർ ചെയ്ത് ടൈം എന്ന് പറയുന്ന വേരിയബിളൊക്കെ ഡിക്ലെയർ ചെയ്തിട്ട് കൊടുക്കാൻ പറ്റും. സോ അങ്ങനെ ഡിക്ലെയർ ചെയ്യാൻ പറ്റുന്ന ഒരു വേരിയബിളാണ് ബൈറ്റ് വേരിയബിൾ എന്ന് പറയുന്നത്. സോ ക്യാരക്ടറും സ്ട്രിങ് കോൺസ്റ്റൻസ് ഒക്കെ കൊടുക്കാനായിട്ട് നമ്മൾ ബൈറ്റ് കൊടുക്കുന്നത്. വേർഡ് പെട്ടെന്ന് പോകുന്നതൊക്കെ വളരെ അറിയാവുന്ന കാര്യം, ഡിക്ലറേഷൻ ഓഫ് ഇൻറ്റീജർ കോൺസ്റ്റൻസ് അല്ലെങ്കിൽ ഡബിൾ ദ സൈസ് ഓഫ് ബൈറ്റിൽ വരുന്ന ഒരു ഇതായിരിക്കും വേർഡ് എന്ന് പറയുന്നത്. ദെൻ റിസർവ് ബൈറ്റ്, ഡിക്ലറേഷൻ ഓഫ് ക്യാരക്ടർ വേരിയബിൾസ് ഓർ അറേസ്. ഓക്കെ,
then reserve word, declaration of integer variables or arrays, integer, okay, different assembler directives ആണ്. ഇത് മാത്രമല്ല assembler directives, കുറേ assembler directives ഉണ്ട്. നമുക്ക് അത്രയും ഡീറ്റെയിൽ ആയിട്ട് assembler directives ഒന്നും പഠിക്കേണ്ട കാര്യമില്ല. ഓരോ അസംബ്ലറിനും അതിൻ്റേതായ assembler directives ഉണ്ടായിരിക്കും. Okay, anyway. Then there are two types of assembler depending on their design. ഇനി അസംബ്ലർ തന്നെ രണ്ട് തരം അസംബ്ലർ ഉണ്ട്. ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. രണ്ട് അസംബ്ലർ എന്ന് പറയുന്നത് എങ്ങനെ ഡിസൈൻ ചെയ്തിരിക്കുന്നതിനനുസരിച്ചാണ് നമ്മളുടെ ഈ രണ്ട് ക്ലാസിഫിക്കേഷൻസ് വരുന്നത്. ഒന്ന് അതിൻ്റെ വൺ പാസ് അസംബ്ലർ എന്നും രണ്ടാമത്തെ ടൈപ്പിന് ടു പാസ് അസംബ്ലർ അല്ലെങ്കിൽ മൾട്ടി പാസ് അസംബ്ലർ എന്നും പറയും. സോ വൺ പാസ് അസംബ്ലർ, അതിൽ നിന്ന് തന്നെ ക്ലിയർ ആണ് പാസ് അസംബ്ലർ. നമ്മൾ അസംബ്ലറിൽ അന്ന് റെസ്പോൺസിബിൾ എന്ന അസംബ്ലി ലാംഗ്വേജിൽ എഴുതിയ പ്രോഗ്രാമിനെ മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ്. സോ അസംബ്ലി ലാംഗ്വേജിൽ എഴുതിയ പ്രോഗ്രാമിന് നമ്മൾ അസംബ്ലർ സ്കാൻ ചെയ്തിരിക്കണം, എന്തൊക്കെ അതിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ട് എന്ന് സ്കാൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. സോ ഈ പ്രോഗ്രാംസ് നമ്മളിങ്ങനെ അസംബ്ലി ലാംഗ്വേജിൽ എഴുതും. ഈ അസംബ്ലി ലാംഗ്വേജിൽ എഴുതുമ്പോൾ ഇതിൽ കൂടി പാസ് ചെയ്യുന്നത് എത്ര പ്രാവശ്യമുണ്ട് എന്നുള്ളതായിരിക്കും ഈ പാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, എന്താണ് ഡെഫിനിഷൻ നോക്കാം. ദീസ് അസംബ്ലേഴ്സ് പെർഫോം ദ ഹോൾ കൺവേർഷൻ ഓഫ് അസംബ്ലി കോഡ് ടു മെഷീൻ കോഡ് ഇൻ വൺ ഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രോഗ്രാം ഇങ്ങനെ എഴുതിയ അസംബ്ലി ലാംഗ്വേജിൽ ഇതിനെ കമ്പൈൽ അല്ലെങ്കിൽ അതിൻ്റെ റൺ ചെയ്യുമ്പോൾ ഇതിൻ്റെ സ്റ്റാർട്ടിൽ നിന്ന് തുടങ്ങിയിട്ട് ഓരോ പ്രാവശ്യം വൺ ബൈ വൺ ഓരോ ഇൻസ്ട്രക്ഷൻ ഇങ്ങനെ റീഡ് ചെയ്ത് അതിന് കറസ്പോണ്ടിങ് ആയ ഓപ്പറേഷൻസ് കോഡ് എഴുതുമ്പോൾ മെഷീൻ ലാംഗ്വേജിലേക്ക് ഒറ്റ പ്രാവശ്യമേ ഇതിൻ്റെ അകത്തേക്ക് ഈ സ്കാനിങ് പെർഫോം ചെയ്യുള്ളൂ. സോ നമ്മളിവിടെ ഇതിൻ്റെ അകത്ത് വരുന്ന ഒരു സീക്വൻസ് ഇൻസ്ട്രക്ഷൻ ആയിരിക്കും ജമ്പ്, ദെൻ ലൂപ്പ് എന്ന് പറയുന്ന ഒരു, അല്ലെങ്കിൽ ഇതിന് കറസ്പോണ്ടിങ് ആയ ഒരു ഇൻസ്ട്രക്ഷൻസ് എപ്പോഴും ഉണ്ടായിരിക്കും. ദെൻ ലൂപ്പ് എന്ന് പറയുന്ന ലൊക്കേഷൻസ് ഇവിടെ ആയിരിക്കും, ഇവിടെ വേറൊരു പ്രോഗ്രാം ഉണ്ടായിരിക്കും. സോ ഒരു കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ ആ കണ്ടീഷനിൽ ഒരു അൺകണ്ടീഷണൽ വാട്ടർ ഇറ്റ് മേ ബി ലൂപ്പ് എന്ന് പറയുന്നത്. സോ ലൂപ്പ് എന്ന് പറയുന്നത് അഡ്രസ്സിൻ്റെ ലേബലാണ്. ഇതിൻ്റെ അഡ്രസ്സ് എവിടെയാണെന്ന് ലൂപ്പ് എഴുതിയിരിക്കുന്നത് 2000 എന്ന് പറയുന്ന ലൊക്കേഷനിലായിരിക്കും, ഇത് എഴുതിയിരിക്കുന്നത് 1050 ഈ ജമ്പ് കിടക്കുന്നത്. സോ കമ്പ്യൂട്ടറിൻ്റെ അല്ലെങ്കിൽ അസംബ്ലർ സ്കാൻ ചെയ്യുമ്പോൾ ജമ്പ് ലൂപ്പ് എന്താണെന്ന് കമ്പ്യൂട്ടറിന് അത് മനസ്സിലാക്കും. ലൂപ്പ് എന്ന് പറയുന്ന വേരിയബിളാണ്, അത് ഇൻസ്ട്രക്ഷൻ്റെ കഴിയുമ്പോൾ മനസ്സിലാക്കും. ലൂപ്പിൻ്റെ ലൊക്കേഷൻ എവിടെയാണെന്ന് കമ്പ്യൂട്ടർ അല്ലെങ്കിൽ കമ്പൈലർ റീഡ് ചെയ്തിട്ട് അതിൻ്റെ ലൊക്കേഷൻസ് ആയിരിക്കും ഇവിടെ കോഡ് ചെയ്യേണ്ടത്. സോ ജമ്പിൻ്റെ ചേർത്ത് അതിൻ്റെ ജമ്പിൻ്റെ കോഡ് എഴുതും, ദെൻ 2000 എഴുതും. ഓക്കെ, സോ ഈ രീതിയിൽ ഈ ലൊക്കേഷനൊക്കെ കണ്ടുപിടിച്ച് മെമ്മറി അസൈൻ ചെയ്യുന്ന ആ റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ആ ഡ്യൂട്ടി നടക്കുന്നത് ഈ സ്കാനിങ് പ്രോസസ്സിലാണ്. അത് ഒറ്റ പ്രാവശ്യം ഇങ്ങനെ സ്കാൻ ചെയ്യുന്ന സമയത്ത് തന്നെ ഹോൾ കൺവേർഷൻ പെർഫോം ചെയ്യും. അതാണ് നമ്മളുടെ വൺ പാസ് അസംബ്ലർ എന്ന് പറയുന്നത്. സോ ആദ്യ ഇൻസ്ട്രക്ഷൻ റീഡ് ചെയ്യുന്ന സമയത്ത് ജമ്പ് എന്ന് പറയുന്ന ലൊക്കേഷൻ്റെ ലൂപ്പിൻ്റെ അഡ്രസ്സ് എന്ന് പറയുന്ന ടൈം ബീങ് ഇത് സ്കാൻ ചെയ്യുന്ന സമയത്ത് പ്രോസസ്സറിന് അറിഞ്ഞുകൂടാ, കമ്പൈലറിന് അസംബ്ലറിന് അറിഞ്ഞുകൂടാ എവിടെയാണെന്ന്. സോ ഈ ലൊക്കേഷൻ്റെ അഡ്രസ്സ് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് അതിനുവേണ്ടി വെയിറ്റ് ചെയ്തിട്ട് വീണ്ടും ലൊക്കേഷനിലേക്ക് ട്രേസ് ചെയ്ത് ലൊക്കേഷൻ കണ്ടുപിടിക്കണം. സോ ഈ അസംബ്ലറിൻ്റെ ബേർഡൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിൻ്റെ പെയിൻ എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും. അതായത് ഒരുപാട് ലോഡായിരിക്കും ഈ വൺ പാസിൽ എന്ന് വരുന്നത്. സോ അതിനെ സിംപ്ലിഫൈ ചെയ്തിട്ടാണ് അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് ആയിട്ട് വന്ന ഒരു അസംബ്ലറാണ് ടു പാസ് ഓർ മൾട്ടി പാസ് അസംബ്ലർ എന്ന് പറയുന്നത്. സോ ദീസ് അസംബ്ലേഴ്സ് ഫസ്റ്റ് പ്രോസസ് ദ അസംബ്ലി കോഡ് ആൻഡ് സ്റ്റോർ വാല്യൂസ് ഇൻ ദ ഓപ്പ് കോഡ് ടേബിൾസ്. സോ ഇതാണ് വളരെ ഈസി ആയിട്ടുള്ള ഒരു അസംബ്ലർ എന്ന് പറയുന്നത്. പ്രോഗ്രാമിനെ ആദ്യം സ്കാൻ ചെയ്തിട്ട് ഓപ്പറേഷൻ കോഡിനെയും ഇതുപോലെ ലേബിൾസിനെയും അത് രണ്ടായിട്ട് സോർട്ട് ചെയ്യും. ഓപ്പറേഷൻ കോഡിനെ എല്ലാം ഓപ്പറേഷൻ ടേബിൾ എന്ന് പറയുന്ന ഒരു ടേബിളിലേക്ക് ക്രിയേറ്റ് ചെയ്യും. ഇതിൻ്റെ അകത്ത് ഉപയോഗിച്ചിരിക്കുന്ന സിമ്പിൾസിനെ എല്ലാം സിമ്പിൾ ടേബിളിലേക്ക് ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ രണ്ട് ലേബലായിട്ട് അതിനെ തിരിക്കും. ആദ്യം സ്കാൻ ചെയ്തിട്ട് ഓപ്പറേഷൻ ടേബിളായിട്ടും സിമ്പിൾ ടേബിളായിട്ടും ക്ലാസിഫൈ ചെയ്യും. സോ ഓപ്പറേഷൻ ടേബിളിൽ ഇൻസ്ട്രക്ഷൻസിൻ്റെ ഡീറ്റെയിൽസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. സിമ്പിൾ ടേബിളിൽ ലൂപ്പ്, റിപ്പീറ്റ് അങ്ങനെയുള്ള ലേബൽസ് ആൻഡ് സിമ്പിൾസ് ആയിരിക്കും അതിൻ്റെ അകത്ത് നമ്മൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സോ ഫസ്റ്റ് പാസിൽ അതിൻ്റെ ഓപ്പറേഷൻ ടേബിളും സിമ്പിൾ ടേബിളുമായിട്ട് കൺവേർട്ട് ചെയ്യും, സോർട്ട് ചെയ്യും. ദ മെഷീൻ കോഡ് യൂസിങ് ദീസ് ടേബിൾസ്. ആൻഡ് സെക്കൻഡ് പാസിലായിരിക്കും പ്രോസസ്സർ ഈ രണ്ട് ടേബിൾ ഉപയോഗിച്ച് മെഷീൻ ലാംഗ്വേജിലെ പ്രോഗ്രാംസ് ആയിട്ട് അതിനെ കൺവേർട്ട് ചെയ്യുന്നത്. നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. സോ പാസ് 1 എന്താ ചെയ്യാം? പാസ് 1 അസൈൻ അഡ്രസ് ടു ഓൾ സ്റ്റേറ്റ്മെൻറ്റ്സ് ഇൻ ദ പ്രോഗ്രാം. എല്ലാ നമ്മളെ പ്രോഗ്രാമിലുള്ള ഓരോ സ്റ്റേറ്റ്മെൻറ്റ്സിലും അതിൻ്റെ അഡ്രസ്സ് അസൈൻ ചെയ്യും. ഫോർ എക്സാമ്പിൾ ഇവിടെ മൂവ് എന്ന് പറയുന്ന ഡേറ്റ മൂവ് A, B എന്ന് പറയുന്ന ഒരു ഫോർ എക്സാമ്പിൾ എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷനാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് 1000 സോ 1000 നമുക്കറിയാം ഇതിൻ്റെ ഓപ്പറേഷൻ കോഡ് ദെൻ മൂവ് എയുടെ കോഡായിരിക്കും, ദെൻ ബിക്ക് വേറൊരു കോഡ് അല്ലെങ്കിൽ മൂവ് A, B. അടുത്തത് ആഡ് 01 എന്നായിരിക്കും. സോ ആഡ് 1001 ആഡ് ആയിരിക്കണം, 01 1002 ആയിരിക്കണം.
അതൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. ദെൻ 1003 അടുത്ത മെമ്മറി. സോ ഇത് ഓരോ ഇൻസ്ട്രക്ഷനും അതിൻ്റെ ഇൻസ്ട്രക്ഷൻ്റെ ടൈപ്പ് അനുസരിച്ച് ലൊക്കേഷൻസിൻ്റെ അഡ്രസ്സ് കൊടുക്കുക, അല്ലെങ്കിൽ അഡ്രസ്സ് അസൈൻ ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ റെസ്പോൺസിബിലിറ്റി. പാസ് 1 അതെല്ലാം ചെയ്യും. Then save the values assigned to all labels for use in pass 2. എല്ലാ ലേബൽസിൻ്റെയും അഡ്രസ്സ്. സോ നമുക്ക് ലൂപ്പ് എന്ന് പറയുന്നത് ഇവിടെയായിരിക്കും. സോ 1040 സോ ലൂപ്പിൻ്റെ അഡ്രസ്സ് എവിടെ എന്ന് നമ്മൾ പാസ് 1 അത് അസൈൻ ചെയ്തിട്ടുണ്ടാകും. അത് പാസ് 2 വേണ്ടിയിട്ട് അത് സ്റ്റോർ ചെയ്ത് വെക്കും. ദെൻ പെർഫോം സം പ്രോസസ്സിംഗ് ഫോർ അസംബ്ലർ ഡയറക്റ്റീവ്സ്. നമ്മൾ അസംബ്ലർ ഡയറക്റ്റീവ്സിൽ ഇവിടെ ORG എന്ന് പറയുന്ന കമാൻഡ് ഉണ്ടായിരിക്കും. ORG 1000. സോ 1000 പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു. സോ ഈ അസംബ്ലർ ഡയറക്റ്റീവ്സും എൻഡും കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുന്നതും നമ്മളുടെ പാസ് 1 സോ ഇത്രയും കാര്യങ്ങളായിരിക്കും പാസ് 1 ചെയ്യുക. ദെൻ പാസ് 2 വരുമ്പോൾ പാസ് 2 നമുക്ക് ഓൾറെഡി പാസ് 1 കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 2 ടേബിൾ ഉണ്ടായിരിക്കും. ആ 2 ടേബിളിൻ്റെ പേര് ഓപ്പറേഷൻ ടേബിൾ, ഓപ്കോഡ് ടേബിൾ ഉണ്ടാണ്. പിന്നെ ഉള്ളത് നമ്മൾക്ക് സിമ്പിൾ ടേബിൾ ഉണ്ട്. ഈ 2 ടേബിളിൽ ഈ കംപ്ലീറ്റ് പ്രോഗ്രാംസിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കും. ഈ 2 ടേബിൾ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പാസ് 2 മെഷീൻ ലാംഗ്വേജ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എങ്ങനെയാണ് അസംബ്ലർ ഇൻസ്ട്രക്ഷൻസ്, അസംബിൾ ഇൻസ്ട്രക്ഷൻസ്, ഇതിൻ്റെ അകത്ത് ഓപ്പറേഷൻ കോഡിലുള്ള എല്ലാ ഇൻസ്ട്രക്ഷൻസിനെയും വീണ്ടും അത് ഓരോന്നിനെ 1 by 1 റീഡ് ചെയ്തിട്ട് അതിനെല്ലാം അസംബിൾ ചെയ്യും. ജനറേറ്റ് ഡാറ്റ വാല്യൂസ് ഡിഫൈൻഡ് ബൈ ബൈറ്റ് ആൻഡ് വേർഡ്. നമ്മളുടെ വേരിയബിളൊക്കെ ഡിഫൈൻ ചെയ്തിരിക്കുന്ന നമ്മളുടെ മെഷീൻ ലാംഗ്വേജിലെ വേരിയബിൾസിനെല്ലാം ഡാറ്റ വാല്യൂസൊക്കെ കൊടുത്തിട്ട് അതിൻ്റെ ലൊക്കേഷൻസൊക്കെ ഹാൻഡിൽ ചെയ്യുന്നതും ചെയ്യും. ദെൻ പെർഫോം പ്രോസസ്സിംഗ് ഓഫ് അസംബ്ലർ ഡയറക്റ്റീവ്സ് നോട്ട് ഡൺ ഇൻ പാസ് 1. പാസ് 1 മിസ്സായിട്ടുള്ള അസംബ്ലർ ഡയറക്റ്റീവ്സ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഓപ്പറേഷൻസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പാസ് 2 Then write the object program and assembly listing. നമ്മൾക്ക് ആവശ്യമായ പ്രോഗ്രാംസിൻ്റെ ഈ സീക്വൻസിൻ്റെ ഓർഡർ അനുസരിച്ച് അസംബ്ലി ലാംഗ്വേജിൻ്റെ കറസ്പോണ്ടിങ് ആയ ഒബ്ജക്റ്റ് പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത പാസ് 2 റെസ്പോൺസിബിലിറ്റി. ഒബ്ജക്റ്റിൻ്റെ 3 റെക്കോർഡ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അതെല്ലാം ക്രിയേറ്റ് ചെയ്തിട്ട് ഒബ്ജക്റ്റ് ഫയൽ ജനറേറ്റ് ചെയ്യും. അതാണ് പാസ് 2 ചെയ്യുന്ന ആക്ഷൻസ് എന്ന് പറയുന്നത്. സോ ഇതാണ് അസംബ്ലറിൻ്റെ 2 ടൈപ്പ്. ദെൻ ഇത് 2 നമ്മൾ പറഞ്ഞിരുന്നു, 2 ടേബിളിൻ്റെ കാര്യം പറഞ്ഞിരുന്നു. ഓപ്കോഡ് ടേബിൾ എന്ന് പറയുന്നത് സ്റ്റോർ ദ വാല്യൂസ് ഓഫ് നിമോണിക്സ് ആൻഡ് ദെയർ കറസ്പോണ്ടിങ് ന്യൂമറിക് വാല്യൂസ്. സോ നിമോണിക്സ് എന്ന് പറയുന്നത് മൂവ് A, B. ഫോർ എക്സാമ്പിൾ അതിൻ്റെ ഓപ്പറേഷൻ കോഡ് 67 എന്നായിരിക്കും. സോ ഈ മൂവ് A, B എന്ന് പറയുന്നത് കോഡ് ഇത് നമ്മളുടെ ഓപ്പറേഷൻ കോഡ് ടേബിൾ ഉണ്ടായിരിക്കും. ദാറ്റ് ഈസ് ഈക്വൽ ടു 67 ആണ് എന്ന് മൈക്രോ പ്രോസസ്സർ അല്ലെങ്കിൽ നമ്മൾ അസംബ്ലറെ കണ്ടുപിടിക്കും. അതാണ് ഓപ്കോഡ് ടേബിൾസ് എന്ന് പറയുന്നത്. സോ 2 ഡീറ്റെയിൽസും അതിൻ്റെ അകത്തുണ്ടായിരിക്കും. ഓരോ ഇൻസ്ട്രക്ഷനും അതിൻ്റെതായ നിമോണിക്സിൻ്റെ കോഡും നമ്മളുടെ ഓപ്കോഡ് ടേബിൾസ് ഉണ്ടായിരിക്കും. ദെൻ സിമ്പിൾ ടേബിൾ എന്ന് പറയുന്നത് സ്റ്റോർ ദ വാല്യൂസ് ഓഫ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് സിമ്പിൾസ് യൂസ്ഡ് ബൈ ദ പ്രോഗ്രാമർ ആൻഡ് ദെയർ കറസ്പോണ്ടിങ് ന്യൂമറിക് ലേബിൾസ്. ഫോർ എക്സാമ്പിൾ ഡിലേ എന്ന് പറയുന്ന ഒരു സബ് റൂട്ടീൻ്റെ അഡ്രസ്സ്. ഈ ഡിലേ എന്ന് പറയുന്ന ഒരിക്കലും പ്രോഗ്രാം ഇൻസ്ട്രക്ഷൻ അല്ല, അതൊരു ലേബലാണ്. ഈ ലേബൽ ലൊക്കേഷൻ കിടക്കുന്ന 2000 ഈ ഡിലേ എന്ന് പറയുന്ന ലേബൽ പിന്നീട് പ്രോഗ്രാമിൻ്റെ മെഷീൻ ലാംഗ്വേജിലേക്ക് വരുമ്പോൾ അത് അറിയപ്പെടുന്നത് 2000. സോ നമ്മൾക്ക് കോൾ എന്ന് പറയുന്ന ഒരു കോൾ ഡിലേ ആണെങ്കിൽ കോളിന് CD എന്ന് പറയുന്ന ഒരു കോഡായിരിക്കും. ദെൻ CD 2000 ഇങ്ങനെയായിരിക്കും നമ്മൾ മെഷീൻ ലാംഗ്വേജിൽ കോഡായിട്ട് കിടക്കുന്നത്. അവിടെ ഡിലേ എന്ന് പറയുന്ന സംഭവം ഉണ്ടാവില്ല. സോ ഡിലേ ഈസ് ഈക്വൽ ടു 2000 ആണ് എന്ന് നമ്മുടെ പ്രോഗ്രാംസിൻ്റെ സിസ്റ്റം ടേബിളിലായിരിക്കും അതിൻ്റെ ഇൻഫർമേഷൻ ഉണ്ടാവുക. Then location counter, store the address of the location where the current instructions will be stored. ഓരോ ഇൻസ്ട്രക്ഷൻ ലിങ്കറിലേക്ക് വരുമ്പോൾ ഓരോ ഇൻസ്ട്രക്ഷൻ്റെയും കോഡ് ഏത് ലൊക്കേഷനിലേക്ക് സ്റ്റോർ ചെയ്യണം എന്ന ഇൻഫർമേഷൻ നമ്മളുടെ ലൊക്കേഷൻ കൗണ്ടറിലായിരിക്കും ഉണ്ടാവുക. സോ ഇതാണ് നമ്മളുടെ അസംബ്ലറിലുള്ള 3 ടേംസ്. Then finally we have our pass 1 and pass 2. We have our source program, high level language assembly level programs നമ്മളിവിടെ കൊടുത്തിട്ടുണ്ടാകും. അതിൻ്റെ ഇൻപുട്ട് ആയിട്ട് അതിനെ റൺ ചെയ്യുമ്പോൾ പാസ് 1 സ്റ്റേജിലേക്ക് പോകും. പാസ് 1 സ്റ്റേജിൽ ഓപ്പറേഷൻ കോഡ് ടേബിളും സിമ്പിൾ ടേബിളും രണ്ട് സെപ്പറേറ്റ് ടേബിൾസ് ആയിട്ട് അതിനെ സ്കാൻ ചെയ്തിട്ട് സെപ്പറേറ്റ് ചെയ്യും. ദെൻ സെപ്പറേറ്റ് ചെയ്ത ഇതിന് നമ്മൾ പാസ് 1 ഇൻ്റർമീഡിയറ്റ് ഫയൽ ക്രിയേറ്റ് ചെയ്യാനോട് കൊടുക്കും. ഇൻ്റർമീഡിയറ്റ് ഫയൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ വീണ്ടും ഈ സിസ്റ്റം ടേബിളും ഓപ്പറേഷൻ കോഡ് ടേബിളും എല്ലാം യൂസ് ചെയ്തിട്ട് പാസ് 2 അതിൻ്റെ ഒബ്ജക്റ്റ് കോഡ് ക്രിയേറ്റ് ചെയ്യും. ഈ ഒബ്ജക്റ്റ് കോഡ് ക്രിയേറ്റ് ചെയ്യുന്ന ഔട്ട്പുട്ട് ആയിരിക്കും നമ്മളുടെ .obj എന്നിൽ അറിയപ്പെടുന്ന നമ്മൾ പ്രോഗ്രാം എഴുതിയിരിക്കുന്നത് മൾ എന്നാണെങ്കിൽ mul.obj എന്നായിരിക്കും ഇതിൻ്റെ ഫയൽസിൻ്റെ ഔട്ട്പുട്ട് നെയിം എന്ന് പറയുന്നത്, ഔട്ട്പുട്ട് ഫയലിൻ്റെ പേര്. ദെൻ ഈ ഫയലിനെ നമ്മൾ ലിങ്കറും ലോഡറും ഉപയോഗിച്ച് മെമ്മറിയിലേക്ക് ലോഡ് ചെയ്യും. സോ ഇതാണ് നമുക്ക് അസംബ്ലറിനെ കുറിച്ച് സിമ്പിളായിട്ട് കുറച്ച് ബേസിക്സ് കാര്യങ്ങൾ മാത്രമേ നമുക്ക് പഠിക്കേണ്ടതുള്ളൂ. സോ ഇതാണ് അസംബ്ലർ ആൻഡ് ഇറ്റ്സ് ഫങ്ഷൻസ്.